ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും അവിടെയുണ്ട്. മാബിൾ ലാൻഡ്, തിരൂർ, ചങ്ങരംകുളം. റോഡരികിൽ നിന്നും കളഞ്ഞു കിട്ടിയ 3 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല ഉടമയ്ക്ക് തിരിച്ചു നൽകി വിദ്യാർത്ഥികൾ മാതൃകയായി. താനൂർ എ.സി ജലീൽ കറുത്തേടത്തിന്റെ സാന്നിധ്യത്തിൽ കുട്ടികൾ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് കൈമാറി. താനൂർ ജിടെക് കമ്പ്യൂട്ടർ സെന്ററിലെ വിദ്യാർത്ഥിനികളാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. താനൂർ ജിടെക് കമ്പ്യൂട്ടർ സെന്ററിലെ വിദ്യാർത്ഥിനികളായ എ ഷൈബ ഷെറിൻ, KP റുബീന, TK ആയിഷറീദ എന്നിവർക്കാണ് താനൂർ അങ്ങാടിയിലെ റോഡരികിൽ നിന്നും സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയത്. കുട്ടികൾ സ്വർണ്ണാഭരണം ഡയറക്ടറെ ഏൽപ്പിക്കുകയും നവമാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് താനൂർ പോലീസിൽ വിവരമറിയിച്ച് യഥാർത്ഥ അവകാശിയെ കണ്ടെത്തുകയായിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ്സിന് വരുമ്പോഴാണ് ഞങ്ങൾ ഈ സാധനം കിട്ടിയത്. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഞങ്ങൾ സ്ഥാപനത്തിൻ്റെ പരിസരത്ത് തന്നെ ആയിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെടുത്ത് നോക്കിയതാണ്. നോക്കിയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായത് ഒരു മാലയാണെന്ന്, ചെയിനാണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളത് കയ്യിലെടുത്തിട്ട് ഞങ്ങൾ സാറിനെ ഏൽപ്പിച്ചു. ഓഫീസിൽ വന്നതിന് ശേഷം സാറിനോട് കാര്യം പറഞ്ഞപ്പോൾ സാറ് വാട്സപ്പിൽ പോസ്റ്റർ അയച്ചു. അങ്ങനെ പിന്നെ ഇതാരതാണെന്നുള്ളത് അവരുടെ കയ്യിൽ നിന്ന് എത്തിയപ്പോൾ അവർ വന്ന് സ്ഥാപനത്തിൽ വന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് സ്റ്റേഷൻ വഴിയേ തരാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി സ്റ്റേഷനിൽ അവർക്ക് കൈമാറാന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങോട്ട് വന്നതാണ്. ചെമ്പ്രട്ട് പറമ്പത്ത് കുഞ്ഞിപ്പയുടെ ഭാര്യ റാബിയുടേതാണ് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണം. താനൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ സാന്നിധ്യത്തിൽ കുട്ടികൾ സ്വർണ്ണാഭരണം റാബിയയ്ക്ക് കൈമാറി. കുട്ടികളുടെ മാതൃകാ പ്രവർത്തനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു.